ഇന്ന അറമിന്റെ കവാടത്തിൽ നമ്മൾ കണ്ടുമുട്ടാം എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾ ഉറപ്പിച്ചാൽ ഈ മണിക്കൂറുകളിൽ പിന്നെ അതിനെക്കുറിച്ച് ആശങ്കപ്പെടാത്ത രീതിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഞാനിവിടെ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് നമ്മുടെയൊക്കെ പള്ളികളിൽ നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ നീ എത്തിച്ചു തരണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. ലോകത്ത് ചില രാജ്യങ്ങൾ ഭരിച്ച മുസ്ലിം രാജാക്കന്മാർക്ക് പോലും ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം സിദ്ധിക്കാത്ത ആളുകളുടെ പട്ടിക നമുക്ക് കാണാൻ കഴിയും. മക്കത്തും മദീനത്തും ജനിച്ച 100% അറബികൾക്ക് പോലും ഹജ്ജ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഖലാ ഉള്ള ആളുകൾക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ അതിഥിയായി ഈ ഒരു ഭാഗ്യം ലഭിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ വല്ലാത്തൊരു ആശങ്കയുണ്ടായിരുന്നു. ഇലക്ഷൻ എപ്പോൾ പ്രഖ്യാപിക്കും? എൻ്റെ മണ്ഡലത്തിൽ ഒഫീഷ്യലായി 500ഓളം ഹജ്ജാജുകളാണ് ഈ പ്രാവശ്യം ഗവൺമെൻറ് മുഖാന്തരം മാത്രം പോകുന്നത്. അങ്ങനെ ഈ 500ലധികം ആളുകൾ വരുമ്പോൾ അവരുടെ വോട്ടവകാശം, പുതിയ കാലത്ത് നമുക്കറിയാം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ നമ്മുടെ ആയുധമാണ് വോട്ടവകാശം. ഭാഗ്യം കൊണ്ട് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, റിസൾട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പോകുന്ന ആളുകളാണ്. 5-ാം തീയതിയാണ് മഞ്ചേശ്വരത്തെ ആദ്യത്തെ യാത്ര എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മൾ നിരന്തരമായി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പോരാട്ട വീതിയിൽ വൈദേശിക ആധിപത്യത്തിനെതിരെ എല്ലാം സമർപ്പിച്ച ഒരു സമുദായമാണ് നമ്മുടെ സമുദായം.